ചെറുതന ഗ്രാമപഞ്ചായത്തിലെ ആനാരിക്കടവിൽ സർക്കാർ കടത്ത് സംവിധാനം നിലച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും മുൻ അധ്യാപകനുമായ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിപ്പാട് ചെറുതന ഗ്രാമപഞ്ചായത്ത് 3-11-5 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ആനാരിക്കടവിൽ സർക്കാർ കടത്ത് സംവിധാനം നിലച്ചതിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു. നമ്മുടെ വടക്കേക്കരയിലുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ തെക്കേക്കരയിലേക്ക് പോകേണ്ടതും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൃഷിഭവൻ അടക്കമുള്ള പഞ്ചായത്ത് അടക്കം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, ദേവാലയങ്ങളിൽ പോകേണ്ടവരുണ്ട്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പോകേണ്ട ആളുകൾ നമുക്ക് ആ മാർഗ തടസ്സം സംജാതമായിരിക്കാം. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അക്കരയ്ക്ക് പോകണം. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു കടത്തായിരുന്നു. ഈ കടത്ത് നമ്മുടെ അക്കരെ ചുണ്ടൻ വെള്ളവുമായി ബന്ധപ്പെട്ട് ഒരു വള്ളത്തേക്ക് കയറാനുള്ള ആളാണ് അക്കരെ ഇറങ്ങി വള്ളത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടു. അവിടെ നിന്ന് ഇക്കരയിലോട്ട് വരാനും ആളുകൾക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ ചെറുതന ആനാരി വടക്കേക്കരയും തെക്കേക്കരയും പറഞ്ഞ ഒരു വീട് പോലെ ഒന്നിച്ച് ഒരു അടുത്തടുത്ത സ്ഥലങ്ങളായി മാറിയിരുന്ന സ്ഥലത്ത് ഇപ്പം നമുക്കൊരു ദ്വീപായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധം നമ്മുടെ പ്രതിഷേധമാണ്. ഇത് ശക്തമായ നടപടി എടുക്കുന്നതിന് വേണ്ടി ഒരു പ്രതിഷേധമാണ്. അത്തരത്തിലാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. അപ്പൊ അതിന് നിങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സപ്പോർട്ടും തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ആനാരിക്കടവിലെ സർക്കാർ കടത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ വിരമിച്ചതോടെയാണ് നിലച്ചത്. ഇതോടെ ചെറുതന ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, സപ്ലൈകോ, ബാങ്കുകൾ, ആയുർവേദ ഹോമിയോ ആശുപത്രികൾ, ദേവാലയങ്ങൾ, വൃദ്ധസദനം, അക്ഷയ കേന്ദ്രം, അംഗൻവാടി തുടങ്ങിയിടങ്ങളിലേക്ക് പോകേണ്ടവരുടെ യാത്രാ സൗകര്യം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സമരവുമായി 40-ലേറെ വർഷം പാരമ്പര്യമുള്ള പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് രംഗത്തെത്തിയത്. പരിസ്ഥിതി പ്രവർത്തകനും നിരവധി മേഖലകളിൽ നിന്നും പുരസ്കാരം ലഭിച്ച അധ്യാപകനുമായ ഹരിപ്പാട് സ്വദേശി ജി രാധാകൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെ കലേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ശ്രീനാഥ് സ്വാഗതം പറഞ്ഞു. മൂന്നാം വാർഡംഗം ഷാജൻ ജോർജ്, അരുൺകുമാർ, രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അരുൺ ആനന്ദ് ആനാരി നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.